മിഡിൽ ഈസ്റ്റ് വിഷയം ചർച്ച ചെയ്യാൻ ഇറാനെ സൗദി അറേബ്യ ജിദ്ദയിലേക്ക് ചർച്ചയ്ക്ക് വിളിച്ചു. നിലവിലെ മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയവും ഗസ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടതും അമേരിക്ക മറ്റ് രാജ്യങ്ങളുടെ മേൽ ഇടപെടുന്ന സർവാധിപത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു വിശദമായിരിക്കുന്ന ചർച്ചയ്ക്ക് വിധേയമാക്കാനും മുസ്ലിം രാജ്യങ്ങളെ അമേരിക്കയുടെ ആക്രമണം ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാനും വേണ്ടിയിട്ടാണ് ഇറാനെ സൗദി അറേബ്യ ക്ഷണിക്കപ്പെട്ടത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യം സങ്കീർണമായി തന്നെ തുടരുകയാണ്. കാര്യം ഇറാനെ ഭയപ്പാടോടുകൂടി തന്നെയാണ് അമേരിക്ക നോക്കിക്കാണുന്നത്. ഇറാൻ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തുകയാണെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിനെ സാരമായിട്ട് ബാധിക്കുമെന്ന മുന്നറിയിപ്പ് അവർ നൽകിയതിൽ അറബ് രാജ്യങ്ങൾക്കും വലിയ രീതിയിലുള്ള ആശങ്കയും ഭയപ്പാടുമുണ്ട്. കാര്യം ഇവിടുത്തെ വളരെ കൃത്യമായ രീതിയിലുള്ള സിസ്റ്റങ്ങൾക്കൊക്കെ വലിയ തകരാറ് സംഭവിക്കുകയും അതോടൊപ്പം തന്നെ ഒരു യുദ്ധഭൂമികയായി അറേബ്യൻ രാജ്യങ്ങൾ മാറുന്ന സമയത്ത് മറ്റു ലോക രാജ്യങ്ങൾ ജോലി ചെയ്യുന്ന ഒരു പണിസ്ഥലം എന്ന രീതിയിലൊക്കെ ഇത് എല്ലാവരെയും സാരമായിട്ട് ബാധിക്കും. കുവൈത്തിനെ ഇറാഖ് ആക്രമിച്ച സമയത്ത് അത് കുവൈത്തിനെ മാത്രമല്ല, കുവൈത്തിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മറ്റ് രാജ്യങ്ങളിലുള്ള തൊഴിലാളികളെയും അത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എന്നാൽ അന്നത്തെ സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് ഇറാഖിൽ അത്രത്തോളം മറ്റ് വിദേശ രാജ്യങ്ങൾ തൊഴിലാളികൾ ഇല്ലായിരുന്നു എന്നതിനാൽ അവരെ അത് സാരമായിട്ട് ബാധിച്ചില്ല. വളരെ എണ്ണത്തിൽ 100-ൽ താഴെ ഇന്ത്യക്കാർ മാത്രമായിരുന്നു ഇറാഖ് കുവൈറ്റ് യുദ്ധ സമയത്തുണ്ടായിരുന്നത്. ആ സമയത്ത് ഈ കുവൈറ്റ് എന്ന് പറയുന്ന ചെറിയ രാജ്യം പ്രവിശ്യ നോക്കുന്ന സമയത്ത് ഏകദേശം 6-1 ഇറാഖിൻ്റെ ഏകദേശം 6-1 8-1 വലിപ്പം മാത്രമാണ് കുവൈത്തിന് മൊത്തമുള്ളത്. അങ്ങനത്തെ ഒരു പ്രദേശത്ത് 1,01,400,000 ഇന്ത്യക്കാർ തന്നെ ജോലി ചെയ്തിരുന്നു. ഇറാഖിൽ ആ സമയത്ത് ഏകദേശം 100 താഴെ ആളുകൾ മാത്രമാണ് ജോലി ചെയ്തത്. സമാനമായ സ്ഥിതി ഇപ്പോൾ തട്ടിച്ചു നോക്കുന്ന സമയത്ത് അറേബ്യൻ രാജ്യങ്ങളിൽ ഏകദേശം ലോകത്താകമാനമുള്ള ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം 1,14,00,000 അത് 201 രാജ്യങ്ങളിലാണ്. ഈ ഗൾഫ് രാജ്യങ്ങളിൽ അത് സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, UAE അടക്കമുള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 1,14,00,000 ഇന്ത്യക്കാരുള്ളതിൽ ഏറെക്കുറെ 40-45% ഈ പറയപ്പെട്ട 6 രാജ്യങ്ങളിൽ മാത്രമാണുള്ളത്. അത്രയും ആളുകൾ എന്ന് വെച്ചാൽ 50 ലക്ഷത്തിലധികം ഇന്ത്യക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളത് പോലും ഭയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇറാനുമായിട്ടുള്ള ഈ സൗദി അറേബ്യയുടെ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യം മിഡിൽ ഈസ്റ്റ് കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പോഴത്തെ ഗസ വിഷയത്തിൽ ഇസ്രായേൽ എടുക്കുന്ന അലംഭാവവുമായിട്ട് ബന്ധപ്പെട്ടും ആ കാര്യം ഇപ്പോൾ വലിയ പ്രാധാന്യത്തോടു കൂടി അന്താരാഷ്ട്ര മീഡിയകളോ രാഷ്ട്രങ്ങളോ ചർച്ച ചെയ്യാത്തതിൽ ഇപ്പം അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ലോകം അറിയാതെ പോകുന്നു എന്നുള്ളതും വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കിയ കാര്യമാണ്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട രീതിയിൽ അവർ പ്രസ്താവന ഇറക്കുന്നു എന്നല്ലാതെ ഇറാനെ പോലെ ആധികാരികമായിട്ടും ഈ ഔദ്യോഗികപരമായിട്ടും ഇടപെടുന്നില്ല എന്നുള്ളൊരു പരാതി എല്ലാ കാലത്തും ഉണ്ടായിട്ട് ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾ ഒന്നാണ് തുർക്കി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ അതിന് ആനുപാതികപരമായ രീതിയിൽ ഇടപെടൽ തുർക്കിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തതിൽ മറ്റുള്ള ലോക രാജ്യങ്ങൾക്ക് പ്രയാസമുണ്ട്. ഇറാൻ എന്ന് പറയുന്ന സംഘശക്തിയും സൈനിക ബലവുമുള്ള രാജ്യം സ്റ്റേണായി നിൽക്കുന്നതാണ് ഏറ്റവും അഭിമാനപരമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഒരു അവസ്ഥകളും യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾക്കുണ്ടാകുന്നത് എന്ന് അഭിമാനത്തോടു കൂടി തന്നെ സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അറേബ്യൻ രാജ്യങ്ങൾക്ക് ഇപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിന് വലിയ രീതിയിലുള്ള ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം ഒന്ന് ഖത്തറിനെ ആക്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. പൂർണ്ണമായ രീതിയിൽ എല്ലാ കാലത്തും സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അറബ് രാജ്യങ്ങൾ വിശ്വസിച്ചത് അമേരിക്കയായിരുന്നു. വലിയ നയതന്ത്ര ബന്ധത്തിനപ്പുറം വലിയ തരത്തിലുള്ള സൗഹൃദ ബന്ധവും അറേബ്യൻ രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ എല്ലാ കാലവും വെച്ച് പുലർത്തിയിരുന്നു. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായിട്ടുള്ള ബന്ധം 75 വർഷത്തിലധികമുള്ള ബന്ധമാണ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും വലിയ സൗഹൃദ ബന്ധമുള്ള ഒരു രാജ്യം സമാനമായ രീതിയിൽ തന്നെയാണ് ഏറെക്കുറെ ഖത്തറും വരുന്നത്. അവരാക്രമിക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനോ മുന്നറിയിപ്പ് നൽകാനോ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഏതെങ്കിലും തരത്തിൽ നിർദ്ദേശം നൽകാനോ അമേരിക്ക ആ വിഷയത്തിൽ ഇടപെടാത്തത് അവർക്ക് വലിയ രീതിയിലുള്ള നീരസവും പ്രയാസമുണ്ട് എന്ന് മാത്രമല്ല വിശ്വാസപരമായ രീതിയിൽ പോലും എല്ലാ കാര്യത്തിലും വിശ്വസിക്കാൻ അമേരിക്ക കൊള്ളില്ല എന്നുള്ളിടത്തേക്ക് പോലും അറബ് രാജ്യങ്ങൾ എത്തിയത് ഈ ആക്രമണത്തിന് ശേഷമാണ്. അത് മറ്റ് രാജ്യങ്ങൾക്കും അത് സാരമായിട്ട് തന്നെ ബാധിക്കപ്പെട്ട വിഷയമാണ്.
അപ്പോൾ എങ്ങനെയാണ് ഇനി ഭാവിയിൽ ഈ കാര്യം കൈകാര്യം ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് കൃത്യമായിരിക്കുന്ന ഒരു ഉത്തരം മുമ്പ് ഇറാൻ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. പൂർണ്ണമായ രീതിയിൽ ഒരിക്കൽ പോലും അമേരിക്ക വിശ്വസിക്കരുത്. അമേരിക്ക എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിൻ്റെ തലച്ചോറാണ് ഒരു പരിധി വരെ ഉള്ളത്. അതുകൊണ്ട് അവർ അതിനനുസരിച്ച് കാണുന്ന നീക്കുപോക്കുകൾ നടത്തുക. നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ തന്നെ പാല് കൊടുത്ത് വളർത്തുന്ന രീതിയാണ് എല്ലാ കാലത്തും അമേരിക്ക വിശ്വസിക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാവുക എന്നൊരു മുന്നറിയിപ്പ് യഥാർത്ഥത്തിൽ ഇറാൻ നൽകിയതാണ്. ഇറാൻ്റെ ഇബ്രാഹിം റൈസിയാണ് ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് 3 തവണ അദ്ദേഹം സന്ദർശിച്ച സമയത്തും ഈ ഒരു പരാമർശം നടത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായത് ഖത്തറിനെ ആക്രമിച്ചതിന് ശേഷമാണ്. ഇറാൻ ആക്രമിക്കുക, അതിൻ്റെ സംഘബലം സൈനികപരമായിരിക്കുന്ന ശക്തിയും ക്ഷയിപ്പിക്കുക എന്നുള്ള അമേരിക്കയുടെ തന്ത്രത്തിനെ അറബ് രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. മാത്രമല്ല ശക്തമായ രീതിയിൽ എതിർക്കുകയും ചെയ്തു. ആ കാര്യം ചെയ്യേണ്ട കാര്യം, ഇറാനെ ആക്രമിക്കേണ്ട കാര്യം എന്താണ്? അവിടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികപരമായ ഒരു ജനാധിപത്യ രാജ്യത്ത് അവിടുത്തെ സാമ്പത്തിക തകർച്ച തകരുന്ന സമയത്ത് പ്രതിഷേധിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്ന സമയത്തും അത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്തും പല രാജ്യങ്ങളിലും അത്തരം കാര്യങ്ങൾ കാണാറുണ്ട്. ഇസ്രായേലിനെ അംഗീകരിച്ച സമയത്ത് ജനാധിപത്യ രാജ്യത്തെല്ലാം പ്രക്ഷോഭങ്ങളും സമരങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിൽ മറ്റൊരു രാജ്യത്ത് ഇടപെടേണ്ട കാര്യമില്ല. ഈ ഒരു നിലപാടാണ് അറേബ്യൻ രാജ്യങ്ങൾക്കുള്ളത്. അതോടൊപ്പം തന്നെ വെനിസ്വേലൻ പ്രസ് തട്ടിക്കൊണ്ടു എന്ന് പറയുന്ന സമയത്ത് അതൊരു ഗുണ്ട ആക്ട് പോലെയാണ്. ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ പരമാധികാരിയെ വളരെ വിചിത്രമായ തരത്തിൽ ഈ മയക്കുമരുന്ന് പോലെയുള്ള വിഷയങ്ങൾ ആരോപിച്ചുകൊണ്ട് തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് ന്യായീകരിക്കാൻ സാധിക്കുകയില്ല, അംഗീകരിക്കാനും സാധിക്കുകയില്ല. ഇങ്ങനെ വരുന്ന സമയത്ത് 3ാം ലോക രാജ്യത്തും ദരിദ്ര രാജ്യവുമായിരിക്കുന്ന ഭരണാധികാരികൾക്ക് എത്രത്തോളം സുരക്ഷിതത്വമുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ വേണ്ടി അമേരിക്കക്ക് പോലും സാധിക്കില്ല എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ നയങ്ങളും നിലപാടും മുമ്പ് ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് സങ്കീർണമായിരിക്കുന്ന വിഷയം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവസാനിച്ചു. ഇപ്പോൾ വലിയ സൗഹൃദം, വലിയ ബന്ധമാണ്. അതിന് പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുക എന്നുള്ളത് അറേബ്യൻ രാജ്യങ്ങൾ നിലനിൽക്കുന്നത് പോലെ തന്നെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. 2 നിലനിൽപ്പും വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട്. കാര്യം ഇന്ന് അറബ് രാജ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തുനിയുകയോ അത്തരം സംവിധാന സാഹചര്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ തൻ്റെ ഇടത്തോടുകൂടി ഭൂപ്രദേശത്ത് ഇന്ന് ശേഷിക്കുന്ന ഒരേ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ, അത് ഇറാനാണ്. മറ്റ് രാജ്യങ്ങളിൽ സൈനികപരമായ രീതിയിൽ വലിയ ശക്തിയുള്ള രാജ്യം എന്ന് പറയുന്ന സമയത്ത് റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും ഇത്തരം ജാതീയപരമായിരിക്കുന്ന വംശീയപരമായിരിക്കുന്ന വൈകാരികമായിരിക്കുന്ന വിഷയത്തിലൊക്കെ ഇടപെടാൻ അവർക്കൊക്കെ പരിമിതികളുണ്ട്. അതിൻ്റെ ഒരു പരിണത ഫലം കണ്ടതാണ്. ഖത്തറിനെ ആക്രമിച്ച സമയത്ത് ഇറാൻ പ്രതികരിച്ച പോലെ റഷ്യ പ്രതികരിച്ചിട്ടില്ല, ചൈന പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അതൊരു വൈകാരിക തലമാണ്. ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പറയുന്ന പോലെ മറ്റൊരു അറബ് രാജ്യങ്ങളും പറയുന്നില്ല, പ്രവൃത്തി ചെയ്യുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഹമാസുമായി ഞങ്ങൾക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്ന് ഇറാൻ സമ്മതിച്ച പോലെ മറ്റൊരു രാജ്യം അങ്ങനെ വളരെ എളുപ്പത്തിൽ സമ്മതിച്ചിട്ടില്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുന്ന സമയത്ത് ഭാവിയിൽ ഏതൊക്കെ സാഹചര്യങ്ങളും അവസ്ഥകളുമാണ് വരിക എന്നുള്ളത് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നിലവിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നത്തിലൊക്കെ ഇടപെടൽ നടത്താൻ പോലും യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾക്ക് തയ്യാറാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ പുറത്തു വന്നതാണ്. അവർ പറയുന്നു അവിടെ ഇപ്പോൾ നടക്കുന്ന സാമ്പത്തിക തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിൽ സഹായം നൽകിക്കൊണ്ട് അവരെ കൂടി പ്രശ്നപരിഹാര മേഖലയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അടിയന്തരമായിരിക്കുന്ന ആവശ്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് സൈനിക ബലമായിട്ടും സംഘബലമായിട്ടും ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഭൂപ്രദേശത്ത് സ്ഥായിയായി നിലനിൽക്കേണ്ടത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അമേരിക്കയെ 100% വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ലോകം തിരിച്ചറിഞ്ഞ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് വെനിസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയുമായിട്ട് ബന്ധപ്പെട്ട്. ഇറാഖിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട സ്ഥിതിയിലും സമാനമായിരിക്കുന്ന നിലപാടായിരുന്നു അമേരിക്കക്കെതിരെ അന്ന് അറബ് രാജ്യങ്ങൾ എടുത്തിരുന്നത്. ഒരു ആയുധബലം കൊണ്ട് നേരിടാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിലും നയതന്ത്ര തലത്തിലും അത് സാമ്പത്തിക തലത്തിലുമെല്ലാം വലിയ രീതിയിൽ പ്രതിഷേധവും എതിർപ്പും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇന്ന് ആയുധം കൊണ്ടും ആക്രമം കൊണ്ടും യഥാർത്ഥത്തിൽ നേരിടുകയാണ്. അറേബ്യൻ രാജ്യങ്ങളെ നേരിടുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിന് ഭയപ്പാടുണ്ടാക്കുന്നതും അതിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു ഇറാൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ യുദ്ധസമാന സാഹചര്യങ്ങളെല്ലാം ആകാശത്തും കടലിലും ഭൂപ്രദേശത്തും ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുക്കൂട്ടിയിട്ടും
ഒരു അറബ് രാജ്യങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളോ യൂറോപ്യൻ രാജ്യങ്ങളോ ഈ അക്രമത്തിന് യോജിക്കാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം അവർ നശിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിച്ചതിന് ശേഷം മാത്രമേ അവർ ഒടുങ്ങൂ എന്നുള്ളത് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആണവായുധം പ്രയോഗിക്കില്ല എന്ന് പോലും പറയാൻ വേണ്ടി സാധിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആണവായുധം പ്രയോഗിക്കുകയാണെങ്കിൽ തങ്ങൾ അമേരിക്കയിലല്ല ഇസ്രായേലാണ് പ്രയോഗിക്കുക എന്നുള്ളൊരു പരാമർശം ഇതിന് മുൻപ് അനൗദ്യോഗികപരമായ രീതിയിൽ പുറത്തു വന്നതാണ്. അതും യഥാർത്ഥത്തിൽ അമേരിക്കയെ പേടിപ്പിച്ച കാര്യമാണ്.